സുംബ വിഷയത്തിൽ ഒരടി പിന്നോട്ടില്ല. നിലപാടുറപ്പിക്കുകയാണ് പിണറായി സർക്കാർ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന സുംബ ഡാൻസ് പദ്ധതിയെ വിമർശിച്ച വിസ്ഡം ജനറൽ സെക്രട്ടറിയും അധ്യാപകരുമായ ടി.കെ. അഷ്റഫിനെതിരെ കടുത്ത നടപടിയെടുക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് അഷ്റഫ് ജോലി ചെയ്യുന്ന സ്കൂൾ മാനേജർക്ക് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. അഷ്റഫിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള അച്ചടക്ക നടപടി 24 മണിക്കൂറിനകം സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിനെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തും വിധം ടി.കെ. അഷ്റഫ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടുവെന്ന് കത്തിൽ പറയുന്നുണ്ട്. അഷ്റഫിന്റെ FB പോസ്റ്റും കത്തിനൊപ്പം ചേർത്തിട്ടുണ്ട്. ഇപ്പോഴുള്ള വിവാദത്തിൽ സൂംബ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും കേരളത്തിൽ വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്ന ലിബറൽ സംസ്കാരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ വിഷയത്തെ നാം കാണുന്നത്. ഇത് കൾച്ചറൽ ഫാസിസമാണെന്നുമാണ് ടി.കെ. അഷ്റഫ് നിരന്തരമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നത്. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സുംബ ഡാൻസ് പദ്ധതിക്കെതിരെ അഹോരാത്രം പണിയെടുത്തിരുന്നു ടി.കെ. അഷ്റഫ്. ടി.കെ. അഷ്റഫ് ആയിരുന്നു ആദ്യം പരസ്യമായി വിമർശനം ഉന്നയിച്ചത് തന്നെ. പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലർന്ന് അല്പവസ്ത്രം മാത്രം ധരിച്ച് സംഗീതത്തിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല എന്നായിരുന്നു അഷ്റഫ് പറഞ്ഞത്. ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം. താൻ ഇക്കാര്യത്തിൽ പ്രാകൃതനാണെന്നായിരുന്നു അഷ്റഫിന്റെ അഭിപ്രായം. സുംബ പദ്ധതിയെ വിമർശിച്ചതിന് ടി.കെ. അഷ്റഫിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും ഇതിനോടകം വിമർശിച്ചിട്ടുണ്ട്. ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണെന്ന ആശയം ലൈംഗിക അരാജകത്വങ്ങൾക്കുള്ള ഒരു തുറന്ന വാതിലാണെന്നും സംഘടന കുറ്റപ്പെടുത്തുന്നു. സമൂഹത്തെ നേർവഴിക്ക് നടത്താൻ നിയോഗിതരായ പ്രതികരണശേഷിയുള്ള അധ്യാപക വിഭാഗത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണിതെന്നായിരുന്നു വിസ്ഡം പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി പ്രസ്താവനയിൽ പറഞ്ഞത്. സുംബ ഡാൻസ് പരിപാടിക്കെതിരെ ആദ്യമായി വിമർശനവുമായി രംഗത്തെത്തിയത് ഞാൻ പറഞ്ഞ ടി.കെ. അഷ്റഫ് ആയിരുന്നു. സുംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം പാലിക്കാൻ താൻ തയ്യാറല്ലെന്നും ഒരു അധ്യാപകന നിലയിൽ താൻ വിട്ടുനിൽക്കുകയാണെന്നും ഈ വിഷയത്തിൽ ഏത് നടപടിയും നേരിടാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചിരുന്നു. എങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ സസ്പെൻഷൻ ഓർഡറിലൂടെ പറയുന്നത്. അഷ്റഫിനെ പിന്തുണയ്ക്കാത്ത നിരവധി മുസ്ലിം സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മതപരമായ വിഷയങ്ങളിൽ മൃദു സമീപനം സ്വീകരിക്കുന്നത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വർഗീയപരമായ ചിന്തകൾക്ക് വളമിക്കും. ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കും സമൂഹത്തിൽ അശാന്തിയും ഉണ്ടാക്കും. കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി സാമൂഹിക പരിഷ്കരണങ്ങളിലൂടെയും വലിയ മുന്നേറ്റങ്ങളും അഭിവൃദ്ധിയും പ്രാപിച്ചിരുന്ന ആളാണ്. ആ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന നമ്മൾ ആധുനിക സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മതമൗലികവാദികളുടെ വെല്ലുവിളികളെ നേരിടുകയും ചെയ്യേണ്ടുന്നത് നമ്മുടെ ഗതികേടാണ്. എന്നാൽ അതേസമയം ഉത്തരവാദിത്വവുമാണ്. അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി പൊതുയിടങ്ങളിലെ സാധാരണ പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുത്തരുത്. മതനിരപേക്ഷ സമൂഹത്തിൽ അങ്ങനെ സമൂഹം എന്ന നിലയിൽ നമ്മുടെ കെട്ടുറപ്പിനെ അത് ദുർബലപ്പെടുത്തും. വിദ്യാഭ്യാസ മേഖലയിൽ പൊതുജനാരോഗ്യത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പദ്ധതികൾ പോലും ചിലപ്പോൾ ഇത്തരക്കാരുടെ എതിർപ്പിന് വിധേയമാകും. അതിനെ തുടർന്ന് അവ നടപ്പിലാക്കാൻ കഴിയാതെ വരികുന്ന ഒരു സാഹചര്യം പക്ഷേ നമ്മളായി ഉണ്ടാക്കാൻ പാടില്ല. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രീയ ചിന്താഗതിയും യുക്തിബോധത്തെയും വളരുന്നതിന് തടയിടുകയും ഒക്കെ ഇവർ ചെയ്തേക്കാം. പക്ഷെ എന്തായാലും അതിന് ഇപ്പോൾ കേരള സർക്കാർ കാണിക്കുന്ന ഈ മാതൃകാപരമായ രീതി അതെന്തായാലും ഗുണം ചെയ്തേക്കാം. പക്ഷേ അതിന് വിലങ്ങുതടിയാവുകയാണ് കേരള സർക്കാരിൻ്റെ ഇപ്പോഴുള്ള ഈ നടപടി. എന്തായാലും അത് മാതൃകാപരമാണ്. എന്തായാലും അഷ്റഫ് വീട്ടിലിരിക്കട്ടെ.